സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പടിയിറങ്ങി. അദ്ദേഹം പോലീസ് മേധാവിയായിട്ട് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും കിഴങ്ങനായ, ഏറ്റവും കഴിവുകെട്ട പോലീസ് മേധാവി എന്ന ഒരു പദവി നേടിയെടുത്തതിന് ശേഷമേ അദ്ദേഹം ഇവിടുന്ന് വിരമിക്കുകയുള്ളൂ എന്ന്. എൻ്റെ പ്രവചനം ഏറെക്കുറെ ശരിയായി. ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന അനിൽ കാന്താണോ അത് ഇദ്ദേഹമാണോ കൂടുതൽ കഴിവുകെട്ടവൻ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നു. എങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്ത് ഇത് വിരമിച്ചു. അത്രയും നന്നായി. ഇനി ആരായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്നത് എന്ന കാര്യത്തെക്കുറിച്ചും അഭ്യൂഹങ്ങളുണ്ട്. സർക്കാരിന് താല്പര്യം പിണറായി വിജയൻ്റെ ആ ഗുഡ് ബുക്സിലുള്ള എം.ആർ. അജിത് കുമാറിനായിരുന്നു എന്നാണ് മനോരമയും മാതൃഭൂമിയും മറ്റ് സിൻഡിക്കേറ്റ് പത്രങ്ങളൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നത്. അത് തെറ്റാണെന്ന് തെളിഞ്ഞു. കാരണം കേന്ദ്രത്തിൽ നിന്ന് വന്ന ലിസ്റ്റിൽ 3 പേരുടെ പേരുള്ളൂ. ഒന്ന് യോഗേഷ് ഗുപ്തയാണ്, മറ്റത് നിതിൻ അഗർവാളാണ്, 3 രവത ചന്ദ്രശേഖറാണ്. ആദ്യം പറഞ്ഞ 2 പേരെയും പിണറായി സർക്കാരിന് തീരെ പിടുത്തമല്ല. നിതിൻ അഗർവാൾ പിണറായി വിജയനല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛൻ പറഞ്ഞാലും അനുസരിക്കുന്ന സ്വഭാവക്കാരനല്ല. അനുസരണശീലമില്ലാത്തതുകൊണ്ടാണ് പുള്ളിയെ മാതാപിതാക്കൾ പോലീസിൽ ചേർത്ത് എന്ന് വരെ കഥയുണ്ട്. യോഗേഷ് ഗുപ്തയാണെങ്കിൽ പാർട്ടിക്കാരോട് യാതൊരു ബഹുമാനമില്ലാത്ത ആളാണ്. പുള്ളിയാണ് പി ദിവ്യക്കെതിരെ വിജിലൻസ് കേസെടുക്കണം എന്ന് ഓർഡറിട്ടത്. ആ ഒറ്റ കാരണം മതിയല്ലോ. അദ്ദേഹത്തിൻ്റെ തൊപ്പി പോകാത്ത ആരെയോ ഗുരുത്വം, ദൈവാധീനം എന്ന് വിചാരിച്ചാൽ മതി. ഏതാണ്ട് ജേക്കബ് തോമസിനോട് കിടപിടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത. അതുകൊണ്ട് ഗുപ്തയോടും പിണറായി വിജയൻ പറഞ്ഞു നടപ്പില്ല. മനോജ് എബ്രഹാമിൻ്റെ പേരാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് എഴുതി വന്ന ലിസ്റ്റിലില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാൻ നിവൃത്തിയില്ല. മാത്രമല്ല BJPക്കാർക്ക് ഈ മനോജ് എബ്രഹാമിനെ തീരെ പിടുത്തമല്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ബാക്കിയുള്ളത് ആരാണ്? ബാക്കിയുള്ളത് രവത ചന്ദ്രശേഖറാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റാവട ചന്ദ്രശേഖർ എന്നൊക്കെയാണ് പത്രക്കാരെഴുതുന്നത്. പുള്ളി ഇവിടെ നേരത്തെ സർവീസിലുള്ള ആളത്തെ രവത ചന്ദ്രശേഖർ എന്ന് സിമ്പിളായിട്ടാണ് എഴുതിക്കൂട്ടുന്നത്. എന്തെങ്കിലും ആവട്ടെ, പുള്ളിയുടെ ശരിക്കുള്ള പേരെന്താണെന്നുള്ളത് പുള്ളിയെ തന്നെ കണ്ട് ചോദിച്ചാലേ മനസ്സിലാവും. ഇദ്ദേഹം കുറേ കാലമായിട്ട് കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോയതാണ്. പുള്ളിയുടെ പേര് കേരളത്തിൽ പ്രസിദ്ധമാകുന്നത് ഇദ്ദേഹം IPS കിട്ടി നമ്മുടെ കേരളത്തിൽ വന്ന് ചുമതലയേറ്റ സമയത്താണ്. തലശ്ശേരിയിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരിക്കുമ്പോഴാണ് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായത്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. 1994 കരുണാകരൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്താണ് സഹകരണ മന്ത്രിയായിരുന്ന സഖാബി MV രാഘവനെ 1000 ചില്ലാനം DYFI പ്രവർത്തകർ വഴിയിൽ തടയാൻ തീരുമാനിച്ചു. കൂത്തുപറമ്പ് സഹകരണ ബാങ്കിൻ്റെ ഒരു സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനത്തിനാണ് സഖാവ് രാഘവൻ അവിടെ വന്നത്. അപ്പോൾ വലിയ കലാപം ഉണ്ടാവുമെന്നുള്ള കാര്യം രാഘവനും അറിയായിരുന്നു, ഈ തടയാൻ പോയ ആളുകൾക്കും അറിയായിരുന്നു. കാരണം രണ്ടും ഒരേ ജനസിൽപ്പെട്ട ആളുകളാണ്. രാഘവൻ പോലീസിൻ്റെ മുന്നറിയിപ്പ് വയ്ക്കാതെ അവിടെ ഉദ്ഘാടനത്തിന് ചെല്ലുകയും സഖാക്കൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുകയും പോലീസ് വെടിവെക്കിച്ചു. അന്ന് RDO ആയിരുന്ന ഒരു ആൻ്റണിയാണ് വെടിവെക്കാൻ ഉത്തരവിട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരമാണ് പോലീസ് വെടിവെച്ചത്. അപ്പോൾ പിന്നെ മേലുകേട് നോക്കേണ്ട ആവശ്യമില്ല. ഹക്കീം ബത്തേരി എന്ന് പറഞ്ഞ DYSPക്കായിരുന്നു വെടിവെപ്പിൻ്റെ ചുമതല. പോലീസുകാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി. നിരവധി റൗണ്ട് വെടിപൊട്ടി. 5 പേർ അവിടെ തന്നെ മരിച്ചു വീണു. പിന്നെ സഖാവ് പുഷ്പൻ വളരെ കാലം ചികിത്സയിലിരുന്ന ശേഷം അദ്ദേഹം സമീപകാലത്ത് ദിവംഗതനായി. പാർട്ടിക്കാരത് പറഞ്ഞ് ഒരുപാട് ഫണ്ടൊക്കെ പിരിച്ചു. അത് വേറെ കഥ. ഈ വെടിവെപ്പിനെ തുടർന്നാണ് എറണാകുളത്ത് മുഖ്യമന്ത്രി കരുണാകരൻ്റെ കാറിന് നേരെ കരിങ്കോടി കാട്ടിയത്. സഖാവ് P. രാജീവനെയും സംഘത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നല്ല ഇടി വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് സഖാക്കൾ വലിയ അതിക്രമങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ എമ്പാടും അഴിച്ചുവിട്ടത്. പാപ്പിനിശ്ശേരിയിലെ പാമ്പ് പാർക്ക് ആക്രമിച്ച് നശിപ്പിച്ചു ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ സഖാക്കളുടെ ഭരണം അവസാനിച്ച് കരുണാകരൻ്റെ ഭരണം കഴിഞ്ഞു, ആൻ്റണി വന്നു. ആൻ്റണിയുടെ സർക്കാർ കഴിഞ്ഞ് നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ ഏർപ്പെടുത്തി. അന്നത്തെ ഒരു ജില്ലാ ജഡ്ജിയാണ് അന്വേഷണം നടത്തി. ജില്ലാ ജഡ്ജി അന്വേഷണം നടത്തി. വെടിവെപ്പ് ന്യായമായിരുന്നു, കാരണം വേറെ മാർഗ്ഗമില്ല പോലീസ്. വെടി എന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പറഞ്ഞാൽ പിന്നെ വെടിവെക്കാതിരിക്കാൻ നിർത്തിയില്ല. പോലീസുകാരുടെ തന്നിഷ്ടപ്രകാരമല്ല കാജി വലിക്കുന്നത്. പോലീസ് ഉത്തരവ് കൊടുത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒരു സമയത്ത് എടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് തീരുമാനിക്കാനും നിർത്തിയില്ല. പിന്നെ പുള്ളിക്ക് ആകെ ചെയ്യാവുന്ന എന്താണ്? പോലീസിൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ MV രാഘവൻ അവിടെ ചെന്നുകൊണ്ടാണ് വെടിവെപ്പുണ്ടായത്. അതുകൊണ്ട് ഇതിലൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതുപോലെ എന്തോ ഒന്നുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ട് കൊടുത്തത്.
ഈ റിപ്പോർട്ട് ഇടുകയപ്പോൾ ഇത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സർക്കാർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ തുടരന്വേഷണം നടത്താനോ പ്രതികളെന്ന് പറയുന്ന ആളുകളുടെ പേരിൽ എന്തെങ്കിലും നടപടി എടുക്കാനോ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ എന്നാൽ പോലും പാർട്ടിയുടെ ഒരു അഭിമാന പ്രശ്നമായിട്ടെടുത്ത് ഇതിൽ നട്ടാകുരുക്കാത്ത ഒരു FIR ഒക്കെ ഉണ്ടാക്കി MV രാഘവനെ അറസ്റ്റ് ചെയ്തു. ഒരു ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കാനും സാധിച്ചു. അപ്പോഴത്തേക്കും പുള്ളി കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു. മറ്റ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കുറ്റപത്രത്തിൻ്റെ ഗണ്യമായ ഭാഗം ഹൈക്കോടതി തന്നെ അസ്ഥിരപ്പെടുത്തി. അതിൻ്റെ പുറത്ത് അവർ സുപ്രീം കോടതി പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് കൂടി പോയി. FIR തന്നെ സുപ്രീം കോടതി ഇല്ലായ്മ. ഇതാണ് സംഭവിച്ചത്. ഇതിന് ശേഷവും പിന്നെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചു പാട്ട് പാടിക്കൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് രമത ചന്ദ്രശേഖരനെ കോടതി കുറ്റവിമുക്തനാക്കി എന്ന്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുറ്റം ഉണ്ടായിരുന്നില്ലത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വെടിവെക്കാൻ പറഞ്ഞു. പോലീസ് വെടിവെച്ചു. പോലീസിന് തോക്ക് കൊടുത്തിട്ടുള്ളത് കാക്കയാട്ടാനല്ല എന്നുള്ളത് സഖാവ് നയനാർ തന്നെ പാട്ട് പറഞ്ഞിട്ടുള്ളത്. പോലീസിൻ്റെ ലാത്തി ഓടക്കുഴലല്ല എന്ന് നമ്പൂരിപ്പാടിൻ്റെ ഒരു വചനവുമുണ്ട്, ഒരു സൂക്തമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേലുദ്യോഗസ്ഥന്മാരെ അടിക്കാൻ പറഞ്ഞാൽ അടിക്കും, വെടിവെക്കാൻ പറഞ്ഞാൽ വെടിവെക്കും. അവർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല. തോക്കിൻ്റെ ഉത്തരവാദിത്വവും പോലീസുകാരൻ്റെ ഉത്തരവാദിത്വവും തുല്യമാണ്. വെടിവെക്കാൻ ഉത്തരവിടുന്ന ആൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ നോക്കുമ്പോൾ രമത ചന്ദ്രശേഖരൻ നിരപരാധിയാണ്, ഹക്കീം ബത്തേരി നിരപരാധിയാണ്, വെടിവെച്ച പോലീസുകാരും നിരപരാധികളാണ്. പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ തീരുമാനം അത് അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ചെയ്തതുമാണ്. ഇത്ര കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഗോവിന്ദൻ മാഷ അത് വിശദീകരിച്ച് ക്യാപ്സൂളിൽ നിറക്കേണ്ട ആവശ്യമില്ല. അന്ന് വെടിവെക്കാൻ പറഞ്ഞു, പോലീസ് വെടിവെച്ചു. ഇപ്പോൾ സെല്യൂട്ട് അടിക്കാൻ പറയുന്നു, സെല്യൂട്ട് അടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ലോകനാഥ് ബെഹ്റയെ പോലെയോ അനിൽ കാന്തിനെ പോലെയോ അതുമല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പടിയിറങ്ങിയ മഹാനായ ദർവേഷ് സാഹിബിനെ പോലെയോ സാത്വികനായിട്ടുള്ളൊരു പോലീസുകാരനല്ല രമത ചന്ദ്രശേഖർ. അദ്ദേഹം തൻ്റെ ഇടമുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറേ കാലമായിട്ട് കേരള സർവീസിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ സ്ഥാനത്ത് വരുന്ന ഏത് നിരക്കും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സഖാക്കളുടെ ഭരണം തീരാൻ പോവുകയുള്ളൂ. ഈ പോകുന്ന പോക്കിന് തൻ്റെ ഇടമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് മേധാവിയായിട്ട് വച്ചു എന്ന ചാരിതാർത്ഥ്യമെങ്കിലും നമ്മുടെ കാരണഭൂതനെ അവകാശപ്പെടാൻ കഴിയും. അതുകൊണ്ട് രമത ചന്ദ്രശേഖർ വരട്ടെ, പോലീസ് നന്നാവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.